Dear teachers, trainers, educators, public speakers and others. നമ്മുടെ പ്രസൻറ്റേഷനിലൊക്കെ ഉപയോഗിക്കാവുന്ന ചില കഥകളുടെ സീരീസാണ് പറയാൻ പോകുന്നത്. മുന്തിരി വിൽക്കുന്ന ഒരു കുട്ടിയുടെ കഥ പലപ്പോഴും പറയാറുണ്ട്. കഥ ഇങ്ങനെയാണ്. ഈ കുട്ടി ദിവസവും കാട്ടിൽ പോകും, മുന്തിരി പറിച്ചു കൊണ്ടുവരും. എന്നിട്ട് വൈകുന്നേരങ്ങളിൽ വീടുകളിൽ കയറി ഈ മുന്തിരി വിൽക്കും. അതാണ് അവൻ്റെ തൊഴിൽ. ഒരു ദിവസം ഇങ്ങനെ മുന്തിരി വിൽക്കുന്നതിനിടയ്ക്ക് ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടമ്മ ഈ കുട്ടിയോട് ചോദിക്കുകയാണ്, നീ എന്തൊരു വിഡ്ഢിയാണ്, എല്ലാ ദിവസവും മുന്തിരി കൊണ്ടുതരുന്നു, ഞാൻ അകത്ത് പോയിട്ട് ഇത് തൂക്കി നോക്കുന്നു, എത്രയാണോ ഞാൻ പറയുന്ന തൂക്കം അതിനനുസരിച്ചാണ് നീ പണം വാങ്ങുന്നത്. എപ്പോഴെങ്കിലും ഞാൻ കള്ളത്തരം കാണിച്ചിട്ടുണ്ടോ എന്ന് എപ്പോഴെങ്കിലും നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിന് സാധ്യത ഉണ്ടല്ലോ. അപ്പൊ ഈ കുട്ടി പറയുന്ന ഒരു മറുപടി ഉണ്ട്, തീർച്ചയായും നിങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങളൊരു മാന്യയായ സ്ത്രീയാണ്. പക്ഷേ ഇനി നിങ്ങളെങ്ങാനും അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചോ, അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെടുന്നത് കുറച്ച് മുന്തിരികൾ മാത്രമാണ്, നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതോ നിങ്ങളുടെ മനസ്സമാധാനമാണ്. നിങ്ങൾ മരിക്കുന്നത് വരെ ആ ഓർമ്മ നിങ്ങളെ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കും എന്ന് ഈ കുട്ടി പറയുകയാണ്. കുട്ടിയുടെ മറുപടിയിൽ ആ സ്ത്രീ വളരെ സന്തോഷം പ്രകടിപ്പിച്ചു. നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക, ഇതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഹോണസ്റ്റി, ഇന്റഗ്രിറ്റി എന്ന് തുടങ്ങി മനുഷ്യ മൂല്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയതല്ലെങ്കിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. പലപ്പോഴും പിന്നീട് നമ്മൾ റീഗ്രറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, ആ കാര്യം നമ്മൾ ചെയ്ത ആളുകൾ ചിലപ്പോൾ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാകും, മരിച്ചു പോയിട്ടുണ്ടാകും, മറ്റു പലതും ചെയ്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ഈവൻ സമ്പത്ത് പോലും ചിലപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിലൂടെ അല്ലെങ്കിൽ ഇത്തരം അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്തായിരിക്കും. പക്ഷെ ഒരു കാലത്ത് നമ്മൾ തിരിച്ചു ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നല്ലോ, എനിക്കിത് റിവേഴ്സ് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അതിലേക്ക് പോകാൻ കഴിയില്ല. മാത്രമല്ല, ആ ദുഃഖം, ആ ഒരു റീഗ്രറ്റ്, ആ ഒരു സങ്കടം എപ്പോഴും നമ്മുടെ പിന്നാലെ കൂടും എന്നതാണ് ഈ ഒരു കഥയിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ്. അതുകൊണ്ട് നമ്മളെല്ലാവരും വളരെ ഓണസ്റ്റി ആയിട്ട്, ട്രസ്റ്റ് വർത്തിയായിട്ട് നമ്മൾ ജീവിക്കുക എന്നതാണ് ഈ കഥയുടെ സാരാംശം. ഓക്കെ, താങ്ക് യു ഓൾ.